കരിയറിലെ അവസാനത്തെ പടം 1991 രണ്ടാം വരം എന്ന പടമായിരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയിലുള്ള നിങ്ങളെ എല്ലാവരെയും കാണുവാൻ സാധിച്ചത്. നിങ്ങൾ പലരെ എനിക്ക് പരിചയമില്ല, കാര്യം നിങ്ങളെല്ലാം പുതിയ യുഗത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ആയവരാണ്. ഈ ആവനാഴി എന്ന ഈ മൂവിയെ പറ്റി പറയുമ്പോൾ ഇത് സെപ്റ്റംബർ മാസം 12-ാം തീയതി 1986 അത് റിലീസ് ചെയ്തത്. അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൻ ബ്രേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും പിന്നെ വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും ആവനായി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല. IV ശശി എന്നുള്ളൊരു കലാകാരൻ്റെ അദ്ദേഹത്തെ പോലെ ഒരു ക്രാഫ്റ്റ്മാനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനാഴിയുടെ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പിൽ നിന്നൊക്കെ അന്നത്തെ സാധ്യത ഉപയോഗിച്ച് കിട്ടുകയും അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ IV ശശിയെ പോലൊരാൾക്ക് സാധിക്കുകയുള്ളൂ. ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം 1.5 കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനാഴി. ഇന്ന് കോടികളൊന്നും അല്ല, ഇന്ന് ക്ലബ്ബ് 100 കോടി ക്ലബ്ബ് 50 കോടി ക്ലബ്ബ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഏകദേശം 38 വർഷം മുമ്പ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിട്ടാണ് ആവനാഴി അന്ന് ജനങ്ങൾ സ്വീകരിച്ചത്. ഈ അടുത്ത കാലത്ത് മിസ്റ്റർ പവൻകുമാർ എന്നെ വന്ന് കാണുകയും ഇത് പുതിയ സൗണ്ട് സിസ്റ്റത്തിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് അഭിപ്രായം ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ധാരണയിലെത്തുകയും ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ടീച്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. നല്ല രീതിയിൽ വരട്ടെ. നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള നല്ല സിനിമകൾ ഇനിയും ഇതുപോലെ റിലീസ് ചെയ്യാൻ ഓരോരുത്തർ മുമ്പോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പിന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രൊമോഷനാണ് ഏറ്റവും പ്രധാനം. ഏത് സിനിമ വിജയിക്കണമെങ്കിലും പ്രൊമോഷൻ വേണം. വളരെ പ്രതീക്ഷിക്കാത്ത പല പടങ്ങളും സൂപ്പർ ഹിറ്റായി വരുന്നുണ്ട്. അതൊക്കെ പ്രൊമോഷൻ, ഓൺലൈൻ പ്രൊമോഷനാണ് അതിൻ്റെ പ്രധാനം. നിങ്ങളുടെ എല്ലാ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ശൈലിയിലൂടെ ഇറങ്ങുകയാണ് ചുമതലയിലൂടെ അങ്ങോട്ട്. അതിന്റെ ആദ്യപടിയായിട്ട് ആവനാഴി ഇറക്കുന്നു. ഇതിന്റെ ഔട്ട്സൈഡ് കേരള ഡിസ്ട്രിബ്യൂഷൻ റോഷിക എന്റർപ്രൈസസ്, ഇതിന്റെ ഓണറായ ശ്രീ പവൻകുമാർ. അത് മാത്രമല്ല മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ അന്യഭാഷകൾ നമ്മുടെ പടം കാണുവാൻ വേണ്ടി എല്ലാവർക്കും അവസരം ഒരുക്കി കൊടുത്ത് നിർമ്മാതാവാണ് പവൻജി. മിക്ക പടങ്ങളിലെയും തമിഴ്, ഹിന്ദി കൂടുതൽ ഹിന്ദി അന്യഭാഷ ഡബിംഗ് റൈറ്റ്സുകൾ ഒക്കെ കൊടുത്തു. മിക്ക പടങ്ങളിലും മിക്ക ആർട്ടിസ്റ്റും കാര്യം ഈ ആവനാഴി കഴിഞ്ഞ് ഇറങ്ങുന്ന വേറൊരു സർപ്രൈസാണ്. അതിനകത്ത് ഒരു ഞാൻ പറയുന്നില്ല, പറഞ്ഞോളൂ. അതുകൂടെ അദ്ദേഹം പറയും. കാര്യം
ഇന്ന് മലയാളികൾ ജീവിച്ചിരിപ്പില്ല, പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിപ്പുള്ള ഒരു നടനുണ്ട്. ആ നടന്റെ ഉദയമായ ചിത്രം വീഡിയോ എത്തിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആ സസ്പെൻസ് എന്താണെന്നുള്ള ഹാപ്പി ന്യൂസ് നിങ്ങൾക്കായി ബാബുജി ഷെയർ ചെയ്യും. രണ്ടുപേർക്ക് സംസാരിക്കണം അവനാഴിയെ കുറിച്ചും നമ്മുടെ അടുത്ത പ്രൊജക്ടിനെ കുറിച്ചും. നമസ്കാരം. ആക്ച്വലി ഇതിൻ്റെ ലാംഗ്വേജ് ചിലപ്പോൾ പ്രശ്നമാകുന്ന നോർത്ത് ഇന്ത്യയിലാണ്. കേരളത്തിൽ 50% ഈ ഫീൽഡിൽ വന്ന് 83 ഫീൽഡിൽ വന്ന് മമ്മൂട്ടിയുടെ ഈ സമയത്ത് ഓഡിയോ കേസ് ആ രാത്രി പടത്തിൻ്റെ വെച്ചിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ 94 പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദിലീപിനെ വെച്ചിട്ട് ആദ്യം പടം നമ്മുടെ പടത്തിൽ വെച്ചിട്ട് നായകനാവണം. മലയാള മാസം ചിങ്ങാവനെ. നമ്മോട് 150 സിനിമയുടെ ഓഡിയോ റൈറ്റ്സ്, 900 സിനിമയുടെ VCD DVD റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. കുറേ തെലുങ്ക് മലയാളം ഡബ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 200-300 സിനിമയുടെ ഹിന്ദി ഡബിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാമാങ്കം, ബിഗ് ബ്രദർ, കായംകുളം, കൊച്ചിൻ ഇങ്ങനെ വലിയ സിനിമയുടെ എല്ലാം നോർത്ത് ഇന്ത്യൻ ഡബിങ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ആവനായി പറഞ്ഞ ഇതിൻ്റെ VCD DVD ഇറക്കിയാണ് 2010. അപ്പോൾ ഇതിൻ്റെ ഈ സമയത്ത് ഓൾറെഡി ഞാൻ നെഗറ്റീവിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ടായി. മലയാള സിനിമ പറഞ്ഞ എല്ലാ സിനിമ നമ്മൾ കാണും, നമ്മുടെ സിനിമയുടെ ബന്ധമാണ്. കാരണം സിനിമയിൽ പണ്ട് പാട്ടെടുക്കുമ്പോൾ കുറേ സിനിമയിൽ പാട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരു സോങ്സിൻ്റെ വെച്ചിട്ട് കാശ് കൊടുക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് എല്ലാ സിനിമ കാണും, ഏത് സിനിമ ഹിറ്റാണ്, ഏത് ഒരുമാതിരി സിനിമ അത്ര സിനിമ ഓടിയിട്ടുണ്ട്, ഏതാ ക്ലാസിക്കൽ സിനിമ, കുറേ ഐഡിയ ഉണ്ടായി. എന്നാൽ ഈ ആവനായി പറഞ്ഞ മോഹൻലാലിൻ്റെ 2-3 സിനിമ റിലീസ് ചെയ്തപ്പോൾ ദേവദൂതം, മണിച്ചിത്രത്താഴ്, സ്ഫടികം ചെയ്തപ്പോൾ അത് മമ്മൂട്ടിയുടെ ഒരു സിനിമ ആവട്ടെ, മമ്മൂട്ടിയുടെ മേടിക്കാൻ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് അയാളുടെ മുമ്പ് ഇത് കഴിഞ്ഞിട്ട് വലിയേട്ടനെല്ലാം വന്ന് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി കുറേ താമസിച്ച് പോയി. കറക്റ്റ് ക്വാളിറ്റി 7.1 ഡോട്ട് ബില്ലാക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നന്നായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവനെ മാക്സിമം വർക്ക് ചെയ്തിട്ട് അയക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 17 റിലീസ് വെച്ചാണ്. കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നമുള്ള കാരണം 17 റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്ത ഇനി കുറേ സിനിമ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മാസം ഫെബ്രുവരി 28 നമ്മൾ ജയൻ്റെ സിനിമ 2 സിനിമ ഇപ്പോൾ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വർക്ക് നടക്കുന്നുണ്ട്. മീൻ പറഞ്ഞ സിനിമ ജയൻ്റെ സരപഞ്ചൻ, ആദ്യം വരാൻ പോകുന്ന ഫിലിം സരപഞ്ചനാണ്. ഇതിൻ്റെ വർക്ക് ഒരു മാതിരി കഴിഞ്ഞായി ഫെബ്രുവരി 28 റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ. മീനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ 1-2 മോഹൻലാൽ സിനിമ കൂടി എല്ലാം സംസാരിച്ച് ആക്കിയിട്ടുണ്ട്. റിലീസർ നമുക്ക് പുതിയ സിനിമ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോസ്റ്റ് കൂടി നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ ഈ ബിസിനസ്സായി കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പുതിയ രംഗത്ത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അത്ര സക്സസ് ആവും നമുക്ക് അറിയില്ല. നമുക്ക് പിന്നെ എല്ലാം ഡബിങ് റൈറ്റ്സ് എല്ലാം ലാംഗ്വേജിലും ഉണ്ട്. കാരണം മാക്സിമം ട്രൈ ചെയ്തിട്ട് അതിന് ആവനായി പറഞ്ഞ സിനിമ ഇറക്കാൻ പോകണം. അയാളുടെ മുമ്പ് തമിഴ് സിനിമ ഗജനി പറഞ്ഞ സിനിമ റീമാസ്റ്റർ ചെയ്തിട്ട് 5-6 മാസം മുമ്പ് തിയേറ്ററിലൂടെ ഇറക്കിയിട്ടുണ്ടായി. തമിഴ്നാട്ടിൽ ഈ സിനിമ അത്ര ഓടിയില്ലെങ്കിൽ കേരളത്തിൽ ഈ സിനിമ ഞങ്ങൾ സൂപ്പർ സക്സസ് ആണ്. ഇവിടെ നമ്മുടെ സൂര്യയുടെ ഫാൻസ് എല്ലാം ഡിമാൻഡുള്ള ആദ്യത്തെ ദിവസം പടം ഞങ്ങൾ ഫുള്ളുണ്ടായി. കേരളത്തിൽ ആണെങ്കിൽ 1 കോടിയുടെ മേലെ കളക്ഷൻ ഉണ്ടായി. ഒരു നല്ലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം നല്ല സിനിമ തിയേറ്ററിൽ വരാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ 2 മമ്മൂട്ടിയുടെ കഴിഞ്ഞിട്ട് 2 അടുത്ത ജയൻ്റെ സിനിമ ഇറങ്ങാൻ പോകണം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു. പുതുതലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് നമ്മുടെ പ്രശസ്ത നിർമ്മാതാവ് ശ്രീ സാജു ഫർഗീസിനോട് എന്താണ് ചോദിക്കാറുള്ളത്? നമ്മുടെ ചിത്രത്തിൽ ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. പിന്നെ ഇടക്കാലം കൊണ്ട് ഈ പേര് കാണുന്നില്ലായിരുന്നു. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്? ദൈവത്തോട് ചോദിക്കാം, എല്ലാവരോടും ചോദിക്കാം. നിങ്ങളുടെ ചോദ്യം. കാണട്ടെ എന്ന് പറഞ്ഞു ഇതേവരെ സംസാരിച്ചു. നമുക്കുള്ള പ്രതീക്ഷ പോലാണ് അദ്ദേഹത്തിന്. ഈ ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറയുന്ന കഥാപാത്രം ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതെ, സിനിമ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കാലഘട്ടത്തിന്റെ വരുമല്ലോ. അപ്പോൾ അതാണ് ആദ്യം ഇറക്കിയിരുന്നെങ്കിൽ അതിനുശേഷം അവരുടെ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇല്ല. അവനെ ഇറങ്ങിക്കഴിഞ്ഞ് അതിനിറങ്ങിയാൽ അതിന് കുറച്ചുകൂടെ പ്രയോജനം കിട്ടും.
ആവനാഴിയാണ് ആ ഇൻസ്പെക്ടർ ബൽറാമിന്റെ ബേസ്. ഇൻസ്പെക്ടർ ബൽറാം എങ്ങനെ ഉണ്ടായി? ആവനാഴി കൂടാണ് ഉണ്ടായത്. ആ നമ്മുടെ രണ്ട് സിനിമയും കാണുമ്പോൾ രണ്ട് പ്രമേയമാണ്. ക്യാരക്ടർ ഇൻസ്പെക്ടർ ബൽറാം എന്നോട് ഉണ്ടായത് ആവനാഴിൽ നിന്നാണ്. അതുകൊണ്ട് ഇൻസ്പെക്ടർ ബൽറാം അത് എനിക്ക് വേറെ കമന്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആവനാഴി തന്നെ ആയിരിക്കും. അതെ. ഇതില് പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രാധാന്യമുണ്ടാവും. ഒരു ക്യാരക്ടർ പോലും ഈ സിനിമകളിൽ അത് ആവനാഴി കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ, 3 ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഇന്നത്തെ സീമ, ഗീത, നളിനി, 3 ശക്തമായ സ്ത്രീ കഥാപാത്രത്തിനുള്ളിൽ നിന്നാണ് ഇൻസ്പെക്ടർ ബൽറാം എന്നുള്ള വ്യക്തി വരുന്നത്. അപ്പൊ അതെങ്ങനെ അദ്ദേഹം ആ കലാകാരൻ എങ്ങനെ കണ്ടു, അത് എങ്ങനെ അത് കൊണ്ടുവന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കത്തില്ല. അന്നത്തെ ശശി എന്ന് പറയുന്ന കലാകാരനെ പോലെ ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച്. കാര്യം നമ്മളിപ്പോഴത്തെ ഏത് പടങ്ങൾ നോക്കിയാലും ഒരു സ്റ്റാർ, ഇപ്പൊ മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പോകുന്നത്, അല്ലെങ്കിൽ ലാലാണെങ്കിൽ ലാലിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു സിനിമയിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അത് IV ശശിയെ പോലുള്ള കലാകാരൻ സാധിച്ചു. അതിന്റെ വിജയമാണ് ആ കാലഘട്ടത്തിൽ. 38 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചെന്ന് വിചാരിക്കണം. അന്ന് ഇത്രയും ടെക്നോളജി ഇല്ല. അതെ. അന്ന് വളരെ ചലഞ്ചായിരുന്നല്ലോ. കാര്യം അന്ന് ആ കാലഘട്ടത്തിൽ വളരെ റിസ്ക് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ കമ്പനി. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി ചെയ്ത ഒരു സിനിമയാണ് ആവനാഴി. ആ റിസ്ക് എടുത്തു, അതിന് പ്രയോജനം കിട്ടി. സീമ, മമ്മൂട്ടി, അല്ലെങ്കിൽ കുറച്ചു പേരേ ഉള്ളൂ. കുറെ ആൾക്കാരൊന്നുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ശോഭരാജ്, ക്യാപ്റ്റൻ രാജു. അദ്ദേഹത്തിന്റെ ഒരു റീബർത്തല്ല, ബർത്താണ്. കാര്യം അത്ര ഒരു വില്ലൻ ഉണ്ടായതുകൊണ്ടാണ് ഇൻസ്പെക്ടർ ബൽറാമായി വന്നത്. എപ്പോഴും ഒരു നായക നടന് ഒരു ശക്തമായ ഒരു വില്ലൻ വേണം. പണ്ട് കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തിൽ നസീർ സാർ വരുമ്പോ ഉമ്മർ സാറായിരിക്കും അതിന്റെ വില്ലൻ. ഏകദേശം വേറെ വില്ലൻ വന്നാൽ അന്ന് പടം വിജയിക്കത്തില്ല. പക്ഷെ അവനായി കൂടെ ഒരു ശോഭരാജ് എന്നൊരു പുതുമുഖം, ഒരു നടൻ, അത്ര ശക്തമായ ഒരു കഥാപാത്രത്തിന് നമുക്ക് ശശി സാറിന് അത് അവതരിപ്പിക്കാൻ സാധിച്ചു. ശോഭരാജിന്റെ വിജയമാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വലിയ പടങ്ങളാണ്. ഇനി വരാനിരിക്കുന്ന വലിയ പടങ്ങളാണ്. ബേസിന്റെ പടം വരാനുണ്ട്. ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഐഡന്റിറ്റി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ രേഖാചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്കടെ പുതിയ റിലീസ് ആവുന്നുണ്ട്. അപ്പോ ഈ ആവനാഴി എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കുന്നതാണ് പ്രതീക്ഷ? സിനിമ എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. ഒരു ഗ്യാരണ്ടീഡ് ബിസിനസ് ആയിട്ട് കരുതാൻ സാധിക്കത്തില്ല. സിനിമ എന്ന് പറയുന്ന ഇപ്പൊ മഞ്ഞുമേൽ ബോയ്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയൊരു പിക്ചറാണ്. അത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അവരത് നിർമ്മിക്കാൻ പൂർത്തീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നീട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായി മാറി. അതേപോലെ തന്നെ പ്രതീക്ഷ വെക്കുന്ന പല പടങ്ങളും ഓടാതെയും പ്രതീക്ഷ വെക്കാത്ത പല പടങ്ങളും വൻ ഹിറ്റുകളായി മാറുകയും ചെയ്യുന്ന അതാണ് സിനിമ. പണ്ടും അതായിരുന്നു, ഇപ്പോഴുള്ളത്. പിന്നീട് ഞാനൊക്കെ സിനിമ എടുത്തുമ്പോൾ 1981 തൊട്ട് 91 വരെ 10 വർഷമാണ് ഞാൻ സിനിമ എടുത്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഫാമിലി ഓറിയന്റഡ് പടങ്ങളായിരുന്നു കൂടുതൽ. ഞങ്ങളൊക്കെ ഇവിടെ തിയേറ്റേഴ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി അത് കിട്ടുമായിരുന്നു. ഒരു അന്ന് ഈ ഇതുപോലെ 100 തിയേറ്ററോ 200 തിയേറ്ററോ റിലീസിംഗ് ഇല്ല. മാക്സിമം കിട്ടുന്ന 21 തിയേറ്റർ അല്ലെങ്കിൽ 14 തിയേറ്റർ ഞങ്ങൾക്ക് റിലീസിംഗ് കിട്ടത്തുള്ളൂ.
ബിയും കൂടെ ചേർത്തിട്ടാണ് 21 തിയേറ്ററിൽ ഇറങ്ങുന്നത്. പക്ഷെ എങ്ങനെ ഓടിയാലും അന്നൊരു 1200 തിയേറ്റർ ഒരു 2 വർഷം കണക്ക് ഓടിക്കാൻ സാധിക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ മിക്ക പടങ്ങളും മുടക്ക് മുതലോ അതിൽ ചെറിയ ലാഭമോ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം അതല്ല. ഇന്ന് 100, 200, 300 തിയേറ്റർ ഇറങ്ങുകയും ചിലപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ ഹോൾഡാറാവുകയും ചെയ്യുന്നതാണ് പ്രതിഭാസം. അല്ലെങ്കിൽ വൻ ഹിറ്റിലോട്ട് പോകുന്നു. അതുകൊണ്ട് സിനിമ ഇന്നും പ്രതീക്ഷയാണ്, നാളെ പ്രതീക്ഷയാണ്, എന്നും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് റിലീസ് എന്ന് പറയുന്നത് അത് അവിടെ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അത് പവൻകുമാറിനാണ് സാധിക്കുന്നത്. ഇത് നമ്മൾ ഓവർസീസ് പറഞ്ഞാൽ ദുബായ്, ഗൾഫ് കൺട്രി മൊത്തം രാജ്യത്ത് റിലീസുണ്ട്. പിന്നെ ലണ്ടൻ, അമേരിക്ക, മലേഷ്യയിൽ കൂടി റിലീസ് ചെയ്യാറുണ്ട്. വേൾഡ് വൈഡാണ് മൊത്തം റിലീസ് 17 ഗൾഫ് കൺട്രി മൊത്തം ഉണ്ട്. ഖത്തർ, ദുബായ് എല്ലാം മൊത്തം 17 റിലീസ് ആയിട്ട്. അപ്പോൾ ലണ്ടൻ കഴിഞ്ഞ ദിവസം സെൻസർ ചെയ്തിട്ടുണ്ട്, രാജ്യം സെൻസർ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കൺട്രിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കേരള വീട്ടിൻ്റെ കൂടി തമിഴ്നാട്, ബാംഗ്ലൂർ, ഹൈദരാബാദ് എല്ലാം കൂടി റിലീസുണ്ട്. തിയേറ്ററുകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? തിയേറ്ററിന് ബുദ്ധിമുട്ടില്ല. ഹിറ്റ് പടമാണ്. ഷോസ് ചിലപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവില്ല. തിയേറ്ററെല്ലാം നമ്മൾ ആവശ്യമുള്ള തിയേറ്ററിൽ കൂടുതൽ തിയേറ്റർ തന്നെ കിട്ടിയിട്ടുണ്ട്. കേരള വീട്ടിൽ കുറച്ച് തിയേറ്റർ പ്രശ്നമുണ്ടെന്നാണ്. തമിഴ് പടമുള്ള കൂടുതൽ റിലീസുള്ള കാരണം നമുക്ക് ചെന്നൈയിലൊന്നും തിയേറ്റർ കുറവ് കിട്ടിയുള്ളൂ. നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. നമ്മൾ മെയിൻ എക്സ്പെക്ട് നമ്മുടെ കേരളമാണ്. കേരള ഗൾഫ് കൺട്രീസാണ്. അപ്പോൾ നമുക്ക് നല്ല തിയേറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ 3-ാം തീയതി റിലീസ് മാറ്റുന്ന കാരണം 3-ാം തീയതി 8, 9 പടം റിലീസുള്ള കാരണം നമ്മൾ റിലീസ് മാറ്റി വെച്ചാണ്. 3-ാം തീയതി കൂടി നമുക്ക് തിയേറ്ററുണ്ടായി. അതായത് ഈ തിയേറ്ററിന് ഈ എല്ലാം കൂടി ഒന്നിച്ച് എത്ര പടം വരും, ചിലപ്പോൾ പടം വാദിക്കും കാരണം നമ്മൾ 17-ാം തീയതി മാറ്റി വെച്ചിട്ടുണ്ട്. പടം നമ്മുടെ അവനായി വന്ന പടം സെപ്പറേറ്റ് സബ്ജക്റ്റാണ്. പുതിയ പടമായിട്ട് കോമ്പാരിസൺ ഇല്ല. നമ്മൾ റിലീസ് ഹിറ്റ് പടം ചെയ്യാനാണ്. പബ്ലിക് ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് അറിയില്ല. നമ്മുടെ ഇതിൽ ബെസ്റ്റ് നമ്മൾ സൈഡിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാനാണ്. അതെല്ലാം സാറിനോടാണ് ഇപ്പോൾ എപ്പോഴും ഡിബേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരു വീക്കിൽ തന്നെ 5-6 മൂവീസ് റിലീസ് ആവുന്നു. പക്ഷെ അത് എല്ലാ ഫാമിലീസിനും പോസിബിൾ ആണ് ഒരു വീക്കിൽ തന്നെ 6-7 മൂവീസ് കാണുന്നത്. കാരണം തിയേറ്ററിന് 150 റേറ്റ് അല്ലെങ്കിൽ 170, 200 റേറ്റ് ഒക്കെ വരുന്ന തിയേറ്ററാണ്. അത് ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ അത് 2000-നോ 1500-നോ വരും. ഒരു ഫാമിലി വരുമ്പോൾ അത് എല്ലാ പടത്തിനും പോസിബിൾ ആണോ വിചാരിക്കുന്നത്? അപ്പോൾ 7 റിലീസ് 6 റിലീസ് ഒക്കെ ഒരു വീക്കിൽ വരുന്നത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ എത്ര സിനിമ വന്നാലും അത് കാണുവാൻ വേണ്ടി കാണികളുണ്ട്. അത് തിയേറ്ററിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രിന്റുകളൊന്നും എടുക്കേണ്ട, എല്ലാം സാറ്റലൈറ്റ് വഴിയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് മാക്സിമം തിയേറ്റർ എടുക്കുന്നു. ഇപ്പം ഒരാഴ്ച 2 ആഴ്ച ഒന്നും ഓടേണ്ട കാര്യമില്ല. ഒരു 3 ദിവസം ഒരു 100-200 തിയേറ്ററുകൾ ഓടാൻ സാധിച്ചാൽ മുടക്ക് മുതലും അതിന് ലാഭവും കിട്ടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. നാളെ ഈ സാഹചര്യങ്ങൾ മാറും. നാളെ ഈ റിലീസുകൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ റിലീസ് ചെയ്യാൻ സാധിക്കും. ആ ടെക്നോളജി ഉടൻ തന്നെ വരും. അപ്പോൾ 1-200 സിനിമ വന്നാലും ഞാനത് കാണും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും മൾട്ടിപ്ലക്സ് വരുന്നതിന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പം എൻ്റെ ഭാവനയിൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഹോം തിയേറ്റേഴ്സ് ഉണ്ട്. ഈ ഹോം തിയേറ്റേഴ്സിൽ ഡയറക്റ്റ് റിലീസ് വരാൻ അധികാരം വേണ്ട. അത് കഴിഞ്ഞാൽ മൊബൈലിൽ വരും. അപ്പൊ ഇപ്പോൾ തിയേറ്ററിൽ കാണുന്ന സിനിമകൾ എപ്പോഴും നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരിക്കലും മൊബൈലിൽ കാണുന്ന സുഹൃത്തെ, നിങ്ങള് മൊബൈലിൽ കാണുന്ന പകുതി സിനിമ തിയേറ്ററിൽ പോയി കാണുക. നമ്മുടെ സൗകര്യമാണ്. ഇപ്പോൾ കാണുന്നത് തിയേറ്ററിൽ കാണുന്ന സിനിമ അതിൻ്റെ അനുഭൂതി വേറെയാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൗകര്യം എല്ലാവരുടെയും സൗകര്യം ഇപ്പൊ മൊബൈൽ ഫോണിൽ കൂടാണ് നമ്മുടെ ജീവിതം നടക്കുന്നത്. എല്ലാം ഇപ്പൊ എന്റെ ബിസിനസ് ആണെങ്കിലും ഞാൻ ലോകത്തോടെ പോയാലും എന്റെ ബിസിനസ് നടക്കുന്ന മുഴുവൻ എൻ്റെ മൊബൈൽ കൂടെ. അതേപോലെ തന്നെ
നമുക്ക് സമയം കിട്ടുമ്പോൾ സിനിമകൾ കാണുന്ന മൊബൈലിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും പലരും കാണുന്നത്. ഡയറക്ടർ റിലീസ് വരാൻ എനിക്ക് തോന്നുന്ന സമയം മാത്രമേ ഉള്ളൂ, അത് ഉടനെ തന്നെ വരും. അപ്പൊ ജനങ്ങൾ കൂടുതൽ സിനിമ കാണും. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി എന്നും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മൊബൈലിൽ കൂടെ സിനിമ എടുക്കുന്ന വ്യക്തികളുണ്ട്, വളരെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പം ഇതിനൊന്നും നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കത്തില്ല. പൈസ മുടക്കാൻ സന്നദ്ധമുള്ളവർ കൂടുതൽ സിനിമകൾ എടുക്കും, കൂടുതൽ വരും. ഈ പുതിയ കാലത്ത് മമ്മൂക്കനെ വെച്ചിട്ട് പടം എടുക്കാൻ ആഗ്രഹമുണ്ടോ? മനുഷ്യന് ആഗ്രഹമില്ലാതെ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പഴയകാല സിനിമാ പ്രവർത്തനം എന്ന നിലയിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. കാര്യം സാഹചര്യം മാറി. ഇപ്പം മമ്മൂട്ടിക്കൊക്കെ എടുക്കണമെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ അതിൻ്റെതായ ശക്തമായ കഥാപാത്രങ്ങളില്ലെങ്കിൽ മമ്മൂട്ടിയെ മോഹൻലാലിനെ പറഞ്ഞൊന്നും ഓടത്തില്ല. സാഹചര്യം മാറിപ്പോയി. അതുകൊണ്ട് ആഗ്രഹമില്ല, അത് ചിന്തിക്കുന്നുള്ളൂ, പക്ഷെ അറിയില്ല. മമ്മൂക്കയുടെ ഒരു പടം എടുക്കാനുള്ള അപ്ഡേറ്റ് ആവുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനല്ല, മമ്മൂട്ടിക്ക് വേണ്ട ഇപ്പം രജനീകാന്തിൻ്റെതായിട്ടുള്ള സ്റ്റൈലിലുള്ള പടങ്ങൾ വന്നാലേ രജനീകാന്ത് ജനം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം മമ്മൂട്ടി പണ്ടത്തെ പോലെ വലിയേട്ടന്റെ പോലെ അതേപോലുള്ള പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോഴത്തെ ഇപ്പം മാർഗോ പോലുള്ള ഒരു പടം നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ആസ്വാദനമാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉപരി കാണും. ഒരാളെ ഇടിച്ചാൽ 10 പേര് തിരിച്ചു പോകണം, അതാണ് സിനിമ. റിയാലിറ്റി കാണാൻ സിനിമയ്ക്ക് കാണേണ്ട കാര്യമില്ല. അപ്പോൾ അതേപോലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ വന്നാൽ ഇറങ്ങിത്തിരിക്കും. പക്ഷെ മമ്മൂട്ടിക്ക് മോഹൻലാൽ ഇപ്പം വേണ്ട ശക്തമായ കഥാപാത്രങ്ങളാണ് വേണ്ടത്. അതിനുള്ള കഥകൾ ഉണ്ടാകണം. ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ പുതിയ പിള്ളേരുടെ കാലഘട്ടമാണ്. ലഡക്കം അതെ അതെ ഓരോ കാലത്തും ഓരോ അപ്ഡേറ്റ്സ് ആണ്. മലയാള സിനിമ എന്ന് പറയുന്നത് മറ്റുള്ള ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ത്രെഡ് വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളതും അതിൽ നിന്ന് കഥ വരിക എന്നുള്ളതും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സിനിമ എടുക്കുന്നത്. കാര്യം എൻ്റെ അപ്രോച്ച്, എൻ്റെ ചിന്ത, ഇപ്പം ഞാൻ ഈ വെള്ള ഷർട്ടാണ് ഇറങ്ങി എൻ്റെ മിക്ക ഷർട്ടുകളും വെള്ളയായിരിക്കും. താങ്കളിടുന്ന ആ സ്റ്റൈലാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ഇതുണ്ട്. ആ അഭിരുചിക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ വരുന്ന കൊച്ചു പുതുതലമുറ അവരൊക്കെ ആക്ഷൻ, അവർക്ക് പല പല സിനിമകൾ കണ്ട് അതിൽ നിന്ന് അവർക്ക് പല പ്രചോദനങ്ങൾ കിട്ടിയിട്ടാണ് അവർ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതാണ് അവരുടെ വിജയം. ഇപ്പൊ നിർമ്മാല്യം എടുത്ത സമയം നിർമ്മാല്യമാണ് ഏറ്റവും വലിയ സിനിമ. 80 കാലഘട്ടത്തിൽ ആവനാഴി, നിറക്കൂട്ട്, അല്ലെങ്കിൽ ന്യൂഡൽഹി അങ്ങനെയുള്ളതാണ് സിനിമകൾ. അത് കഴിഞ്ഞ് ഓരോ കാലഘട്ടത്തിന്റെ അനുസരിച്ചാണ് പോകുന്നത്. ഇപ്പൊ നമുക്ക് 6 ലൈൻ ട്രാഫിക് ഉണ്ട്, പണ്ട് ഇല്ലായിരുന്നു. അല്ല ഇപ്പൊ മെട്രോ വന്നു. ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യം, കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. എനിക്ക് മാറാൻ സാധിക്കാൻ വളരെ കുറവാണ്. എനിക്കിപ്പോ കൊച്ചു പിള്ളേരോടൊന്നും ഓടാൻ പറ്റില്ല. ഞാൻ എന്റെ വിചാരമല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ വിചാരം അനുസരിച്ച് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോഴത്തെ പുതുതലമുറയുടെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള സിനിമകൾ വന്നാലേ വിജയിക്കത്തുള്ളൂ. അല്ല നമുക്ക് സിനിമ അടിച്ചേൽപ്പിക്കാൻ സാധിക്കത്തില്ല. പണ്ടൊക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അറിയാം. ഞാനൊക്കെ സിനിമ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയും എനിക്ക് 3 ആഴ്ചയെങ്കിലും സിനിമ തിയേറ്റർ ഓടിക്കണം, എന്നാലേ ഞാൻ പടം തരത്തുള്ളൂ എന്നെനിക്ക് കമാൻഡ് ചെയ്യാമായിരുന്നു. അന്ന് പല തിയേറ്ററുകളും
നമ്മുടെ സ്ഥിരമായ സിനിമകൾ വരുന്ന കാരണം അവർ തരും. ചിലപ്പോൾ ഒരു ദിവസം ഓടിയില്ലെങ്കിൽ പിറ്റേ ദിവസം പടം ഓടും. ഇന്നതല്ല, തിയേറ്ററിൽ നിന്ന് മൊബൈൽ നോക്കുക, പടം കൊള്ളത്തില്ല, തീർന്നു. അപ്പോഴേ പെട്ടി മടക്കേണ്ട ഗതികേട് വരും. ആ ടെക്നോളജി മാറി. അപ്പൊ പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് സിനിമകൾ ഓടിക്കാൻ സാധിക്കത്തില്ല. സിനിമ ഓടിച്ച കഥാകാരൻ എൻ്റെ ചിദംബരം എന്നൊരു പടം, അതുവരെ ഈ ആർട്ട് ഫിലിം, അരവിന്ദന്റെ പടങ്ങളോ മറ്റേ പല പടങ്ങളും ഇങ്ങനെ ഓടുകാറില്ല. പക്ഷെ അന്ന് ഞാൻ 12 റിലീസിംഗ് തിയേറ്ററിൽ കൊടുത്തു. എനിക്കത് 2 ആഴ്ച ഓടിച്ചിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് അവർ ഓടിച്ച് പടം ഓടി. എനിക്ക് സാമാന്യം നല്ലൊരു ലാഭവും കിട്ടി. ആദ്യമായിട്ടാണ് ഒരു അന്നത്തെ കാലത്ത് ആർട്ട് ഫിലിം കൊമേഴ്ഷ്യലായിട്ട് ഓടിക്കാൻ സാധിച്ചത്. ഇന്ന് സാധിക്കത്തില്ല. റിവ്യൂ നല്ലതാണ്, പക്ഷെ ആ റിവ്യൂ അന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്രം വായിക്കണം. ഇന്ന് റിവ്യൂ അറിയണമെങ്കിൽ തിയേറ്ററിൽ നിന്ന് അറിയുകയാണ്. റിവ്യൂവിനെ പേടിക്കാൻ നമ്മളെല്ലാവരും ക്രിട്ടിസൈസ്, എന്നെ വിമർശിക്കാനോ നിങ്ങളെ വിമർശിക്കാനോ എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് റിവ്യൂ കൊണ്ട്, നെഗറ്റീവ് റിവ്യൂ കൊണ്ട് പടം പൊളിയുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പടം പൊളിഞ്ഞതിന്റെ നിരാശ കൊണ്ട് പറയുന്നേ ഉള്ളൂ. നെഗറ്റീവ് റിവ്യൂ കൊണ്ട് ഒരിക്കലും പടം മോശമാണ്. പടത്തിന്റെ അകത്തുണ്ടെങ്കിൽ പടം ഓടിയിരിക്കും. അതുകൊണ്ട് അതൊരു എസ്കേപ്പിസം എന്നേ ഞാൻ പറയത്തുള്ളൂ. നെഗറ്റീവ് റിവ്യൂ കൊണ്ട് ചിലപ്പോൾ പടം ഓടില്ലായിരിക്കും, പക്ഷെ ഒരു വലിയ പടം, വലിയ ഹൈറ്റിലുള്ള പടം വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അതങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം വളരെ വലിയ പടങ്ങൾക്കിടയിലും ചെറിയ പടങ്ങളിലോ ഓടുന്നുണ്ട്. അവിടാണല്ലോ നമ്മുടെ ഈ റിവ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്.